റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വി.ഡി. സതീശന്റെ തലമുറമാറ്റ പ്രഖ്യാപനത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. വിജയസാധ്യത മാനദണ്ഡമാക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. തലമുറമാറ്റം പ്രായോഗികമല്ലെന്നാണ് വിലയിരുത്തൽ. വിജയസാധ്യതയുള്ള യുവാക്കൾക്ക് മാത്രം അവസരം നൽകാനും തീരുമാനം. 2021 തലമുറമാറ്റം തിരിച്ചടിയായതായി വിലയിരുത്തിയിരുന്നു. സർവേ അടിസ്ഥാനമാക്കിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം എന്നറിയുന്നു. റോഷിപാലുണ്ട്. റോഷിപാൽ, ഇക്കുറി വി.ഡി. സതീശന്റെ ഈ തലമുറമാറ്റ പ്രഖ്യാപനത്തിന് ഹൈക്കമാൻഡ് പച്ചക്കുടി കാട്ടാനുള്ള സാധ്യതയില്ലെന്ന് തോന്നുന്നു അല്ലേ? വിജയം മാത്രം മാനദണ്ഡമാക്കിയാൽ മതി, തലമുറ മാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ടതില്ല എന്നതാണോ ഹൈക്കമാൻഡിന്റെ തീരുമാനം? അരുൺകുമാർ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു തലമുറ മാറ്റമെന്ന പരീക്ഷണം നടത്തി. ആ പരീക്ഷണം പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നാണ് വിലയിരുത്തൽ. 52 പുതുമുഖങ്ങളെയാണ് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളായി കളത്തിലിറക്കിയത്. പക്ഷേ അതിൽ 2 പേർ മാത്രമാണ് വിജയിച്ചത്. പുതുമുഖങ്ങൾക്ക്, യുവാക്കൾക്ക്, വനിതകൾക്കൊക്കെ അവസരം നൽകിയപ്പോൾ അത് ഒരു തരത്തിലും വിജയിച്ചില്ല എന്ന വിലയിരുത്തലിലേക്ക് കാര്യങ്ങളെത്തി. അതുകൊണ്ടാണ് ഈ തവണ 1-ൽ കൂടുതൽ ഏജൻസികൾ സംസ്ഥാനത്ത് വിശദമായി സർവേ നടത്തി. ആ സർവേ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് അങ്ങനെ ഒരു ആലോചന നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ സുനിൽ കനകൗലുവിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ 3 ഏജൻസികൾ ഇപ്പോഴും കേരളത്തിൽ സർവേ നടത്തുന്നുണ്ട്. സർവേ പുരോഗമിക്കുകയാണ്. ഏറെ വൈകാതെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തും. നിലവിലെ സാഹചര്യത്തിൽ വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. സംസ്ഥാനത്തെ നേതാക്കൾക്ക് അതിൽ അഭിപ്രായം പറയാനുള്ള, പേര് നിർദ്ദേശിക്കാനുള്ള ഒരു അവകാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ തവണ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. അതുകൊണ്ട് ഒരു തരത്തിലും വിജയസാധ്യതയെ മങ്ങലേൽപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല. അവിടെയാണ് വി.ഡി. സതീശന്റെ ഈ പ്രഖ്യാപനത്തിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നത്. മുഴുവൻ ആളുകളെയും മാറ്റി പുതിയ തലമുറയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യം അത് കോൺഗ്രസിനകത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഉയർത്തുന്നുണ്ട്. നിലവിൽ യുവാക്കളെ മാത്രം ഏൽപ്പിച്ച പരിചയസമ്പന്നരായ നേതാക്കളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന അഭിപ്രായമാണ് മുതിർന്ന നേതാക്കളൊക്കെ ഉയർത്തുന്നത്. പലരും അങ്ങനെയാണെങ്കിൽ അവർ സ്വയം ഒഴിയട്ടെ എന്നുള്ള അഭിപ്രായമൊക്കെ കോൺഗ്രസിനകത്ത് ഉയരുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രഖ്യാപനം 50% സ്ത്രീകൾ, വനിതകളായിരിക്കും സ്ഥാനാർത്ഥികളെന്ന്. പക്ഷേ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ അങ്ങനെ ഒരു പരിഗണന ഉണ്ടാകാറില്ല. അങ്ങനെ പരാതിയും ഉയരാറുണ്ട്. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണ്ട പരിഗണന ലഭിച്ചില്ല എന്ന് പലയിടങ്ങളിലും പരാതി ജില്ലാ KSU കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും ഒക്കെ ഉയർത്തിയത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് അതുകൊണ്ട് വിജയസാധ്യത മാനദണ്ഡമാക്കിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക. ഏതായാലും വൈകില്ല ചർച്ചകൾ. ജനുവരി ആദ്യവാരം മുതൽ തന്നെ ചർച്ചകൾ തുടങ്ങും. അരുൺകുമാർ. ഓക്കെ റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുറച്ചു കാലം കൂടി ചിലപ്പോൾ ചെറുപ്പക്കാർക്ക് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് വിജയസാധ്യതയാണ് മാനദണ്ഡമാക്കാൻ പോകുന്നത്. വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ ഒരു തലമുറ മാറ്റത്തിനുള്ള സമയമായിട്ടില്ല. എങ്ങനെയും അധികാരത്തിലെത്തുക, അതിനുശേഷം നമുക്ക് തലമുറ മാറ്റത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാം എന്നുള്ളതാണ്. പല നേതാക്കളുടെയും മക്കളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്താണ് വരാൻ പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നത് സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഒരു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിരിക്കും ഇറക്കാൻ പോവുക. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി 20,000-ന് മുകളിലുള്ള 42-ഓളം വരുന്ന LDFന്റെ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നതാണ്. അപ്പോൾ അതിന് കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കണം. തലമുറ മാറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നാൽ 2021 സംഭവിച്ചതുപോലെ സംഭവിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്.